ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. അനധികൃത കുടിയേറ്റം രാജ്യം നേരിടുന്ന വലിയ ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിരുവനന്തപുരത്ത് ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ 4ാമത് പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിലും സോമനാഥിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഗുജറാത്ത് സന്ദർശനത്തിന്റെ 2ാം ദിനമായ നാളെ അദ്ദേഹം ഗിർ ദേശീയ ഉദ്യാനത്തിൽ ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഓഹരി വിപണി തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻ സെബി മേധാവി മാധവി പുരി ബുച്ച് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ മുംബൈ അഴിമതി വിരുദ്ധ കോടതിയുടെ ഉത്തരവ്. കേസിന്റെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും സഭ നാളെ പരിഗണിക്കും. എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 26-ന് അവസാനിക്കും. പാലിയേറ്റീവ് കെയർ ഗ്രിഡ് കേരള കെയർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്തെ മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും ഉൾപ്പെടുത്തിയാണ് ഗ്രിഡിന് രൂപം നൽകിയത്. ലഹരിയെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മന്ത്രി എം ബി രാജേഷ്. ലഹരിക്കെതിരായ ബോധവൽക്കരണ യജ്ഞത്തിൽ കേരളത്തിന്റെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. കണ്ണൂർ പാട്യം മുതിയങ്ങ വയലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൊകേരി വള്ളിയായിലെ എ കെ ശ്രീധരന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്കാരത്തിന് ശേഷം ആദ്യ ഗഡു കണ്ണൂർ ഡിഎഫ്ഒ കുടുംബത്തിന് കൈമാറും. ഇന്ന് രാവിലെ കൃഷിയിടത്തിലാണ് ശ്രീധരനെ കാട്ടുപന്നി ആക്രമിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സംസ്കാരം നാളെ നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ന്യൂസിലൻഡ് 31ാം ഓവറിൽ 3 വിക്കറ്റിന് 127 റൺസ് എടുത്തിട്ടുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. 3ാം തവണയാണ് വിദർഭ രഞ്ജി കിരീടം നേടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. സ്വപ്ന കിരീടം നഷ്ടമായെങ്കിലും നാഗ്പൂരിൽ നിന്ന് കേരളത്തിന് അഭിമാനത്തോടെ മടങ്ങാം. രഞ്ജി ട്രോഫിയിൽ എക്കാലത്തെയും മികച്ച അടയാളം ബാക്കിയാക്കിയാണ് സച്ചിൻ ബേബിയും സംഘവും ക്രീസ് വിടുന്നത്. ഒരുപക്ഷെ 1ാം ഇന്നിംഗ്സിൽ 98 റൺസിൽ പുറത്തായ സച്ചിന്റെ സാന്നിധ്യം ക്രീസിൽ അല്പസമയം കൂടി തുടരുകയായിരുന്നെങ്കിൽ വിദർഭയുടെ 3ാം കിരീട നേട്ടം സാധ്യമാകില്ലായിരുന്നു. ഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചപ്പോഴും ആദ്യ ഇന്നിംഗ്സ് നേടിയ 37 റൺസ് ലീഡ് വിദർഭയ്ക്ക് കിരീടത്തിലേക്കുള്ള വാതിൽ തുറന്നിടുകയായിരുന്നു. ഉത്തരാഖണ്ഡിലെ മാണ ഗ്രാമത്തിലുണ്ടായ ഹിമപാതത്തിൽ മരിച്ച 8 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 46 പേരെ രക്ഷപ്പെടുത്തി. ഇതോടെ തിരച്ചിൽ നടപടികൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. മധ്യ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ കോളറ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 201ആയി. ജനുവരി മുതൽ ഏകദേശം 5600 പേർക്ക് കോളറ ബാധിച്ചതായി അങ്കോള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അങ്കോളയിലെ 21 പ്രവിശ്യകളിൽ 13ലും കോളറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷിനെ തെരഞ്ഞെടുത്തുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. റിപ്പബ്ലിക് നിലവിൽ വന്നത് മുതൽ ദേശീയ ഭാഷയായി ഇംഗ്ലീഷ് ഉപയോഗത്തിലുണ്ടെന്നും ഭരണഘടന അടക്കമുള്ള ചരിത്ര രേഖകൾ ഇംഗ്ലീഷിലാണ് തയ്യാറാക്കപ്പെട്ടതെന്നും ഉത്തരവിൽ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തന്റെ രാജ്യത്തിന് നിർണായകമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. യൂറോപ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ എത്തിയ ശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ച കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ട 5 വിദ്യാർത്ഥികൾക്ക് എസ്എസ്എൽസി പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. രാജ്യത്താദ്യമായി യുനെസ്കോ സാഹിത്യനഗരി പദവി നേടിയ കോഴിക്കോടിനുള്ള ആദരസൂചകമായി തപാൽ വകുപ്പ് പ്രത്യേക കവർ പുറത്തിറക്കുന്നു. പോസ്റ്റൽ കലാമേളയുടെ ഉദ്ഘാടന ദിനമായ നാളെ ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് കവർ പ്രകാശനം ചെയ്യും. സംസ്ഥാന പോലീസിന്റെ സേവനങ്ങൾ സംബന്ധിച്ച പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നു. കേരള പോലീസ് ഓൺലൈൻ പോർട്ടലായ തുണയിലൂടെയോ പോൽ ആപ്പിലൂടെയോ അപേക്ഷയോ പരാതിയോ നൽകിയവർക്ക് സേവനം വിലയിരുത്താനും പരാതിപ്പെടാനും ഇതിലൂടെ അവസരം ലഭിക്കും. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെ കാട്ടാനകളെ തുരത്തുന്നതിന്റെ ഭാഗമായി കാട് വെട്ടൽ മഹായജ്ഞം സംഘടിപ്പിച്ചു.
ആനകളെ തുരത്തുന്നത് എളുപ്പമാക്കാനും തുരത്തുന്ന ആനകൾ വീണ്ടും ഫാമിലേക്ക് തിരിച്ചുവരുന്നത് തടയാനുമാണ് കാട് വെട്ടുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.